തലകീഴായി കെട്ടിത്തൂങ്ങി നിൽക്കാൻ നാം തയ്യാറാണ്. നമുക്കതിന് സമ്മതമാണ്. നമ്മെ കെട്ടിത്തൂക്കാൻ കൽപ്പന നൽകിയാലും തിരുമനസേ? ഇല്ല, നാം കൽപ്പന നൽകില്ല. നീചമായ ഈ പ്രവൃത്തി ചെയ്യാൻ നാം അനുവദിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ ദുർമാർഗിയായ ഒരു മകനെ പ്രസവിക്കാൻ നാം ജീവിച്ചിരിക്കില്ല. പ്രാണത്യാഗം ചെയ്തിരിക്കും. സത്യം. തിരുമനസേ, റാണി കമലവല്ലി തിരുമനസിന് ദുർമരണം സംഭവിക്കുമെന്ന് പ്രശ്നവശാൽ കാണുന്നില്ല. തിരുമനസേ, പ്രശ്നവശാൽ അങ്ങനെ തെളിഞ്ഞ സ്ഥിതിക്ക് റാണി തിരുമനസിനെ തലകീഴായി കെട്ടിത്തൂക്കണമെന്നാണ് അടിയന്റെ അഭിപ്രായം. ശരി, അങ്ങനെ ആവട്ടെ. ആരവിടെ? അടിയൻ. രാജ്ഞി കമലവല്ലിയെ അറയിൽ കൊണ്ടുപോയി തലകീഴായി കെട്ടിത്തൂക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. കൽപ്പന പോലെ. കൂടെ ചെന്നാലും. ഓം നമഃ ശിവായ. 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 നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. രാജ്ഞിയെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് ഇനിയും ഒരു നാഴിക കഴിഞ്ഞില്ലേ വൈദ്യരെ? തീർച്ചയായും ഒരു നാഴിക നേരം കഴിഞ്ഞിരിക്കുന്നു മഹാരാജൻ. എന്നിട്ടും അന്തഃപുരത്തിൽ നിന്ന് അറിയിപ്പൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. കമലവല്ലിക്ക് എന്താണ് സംഭവിച്ചത്? മഹാരാജൻ വിജയിക്കട്ടെ. പറയൂ. റാണി തിരുമനസ്സുകൊണ്ട് തിരുവയറൊഴിഞ്ഞു. ആൺകുട്ടിയാണ്. കുട്ടിയുടെ കണ്ണുകൾ വല്ലാതെ ചുവന്നിട്ടുണ്ടെന്ന് വയറ്റാട്ടി അറിയിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടി ചെങ്കണ്ണനാകുമോ വൈദ്യരെ? ഇല്ല മഹാരാജൻ, റാണി തിരുമനസിനെ തലകീഴായി കെട്ടിത്തൂക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. കാലക്രമേണ ചുവപ്പ് നിറം മാറി സാധാരണ നില പ്രാപിച്ചോളൂ. മഹാരാജൻ, അടിയൻ പ്രവചിച്ചതുപോലെ മുപ്പാരിലും പ്രശസ്തി ആർജിക്കുന്ന സൽഗുണസമ്പന്നനായ ഒരു കുട്ടിയാണ് അങ്ങേക്ക് പിറന്നിരിക്കുന്നത്. ഇപ്പോൾ കവടി നിരത്തിയപ്പോൾ ആവണിപ്പലകമേൽ ശിവരൂപ സാന്നിധ്യം അടിയൻ ദർശിക്കുകയുണ്ടായി. അതിൽ നിന്നും മഹാശിവഭക്തനായി കൈലാസത്തിൽ വാണിരുന്ന ഒരു ഉത്തമ വ്യക്തിയാണ് അങ്ങേക്ക് മകനായി പിറന്നിരിക്കുന്നത്. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും പ്രഭു. നാം സംപ്രീതനായിരിക്കുന്നു ജ്യോത്സ്യരെ. ആനന്ദാതിരേകത്താൽ മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന നിമിഷം നാം ശുഭദേവൻ എന്ന രാജാവായും കമലവല്ലി രാജ്ഞിയായും പിറന്നത് തന്നെ ഭൂമിയിൽ ഒരു മഹാപുണ്യജന്മത്തെ പ്രദാനം ചെയ്യുവാനായിരുന്നു. ജന്മോദ്ദേശം സഫലമായതിൽ നമുക്ക് അസാമാന്യമായ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ പൊന്നോമന പുത്രന്റെ ഐശ്വര്യം തുളുമ്പുന്ന മുഖം കാണാൻ നമുക്ക് തൃക്കമായി. വരിൻ. മഹാരാജൻ, തിരുവള്ളം കൊണ്ട് ക്ഷമിക്കണം. കാര്യം ഉണർത്തിച്ചോളൂ. മഹാരാജൻ, റാണി തിരുമനസ് ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു. അസംഭവ്യം. നാം ഇത് വിശ്വസിക്കുന്നില്ല. നമ്മുടെ കമലവല്ലി ഈശ്വര അനുഗ്രഹത്താൽ യാതൊരു പ്രയാസവും കൂടാതെയാണ് റാണി തിരുമനസ് തിരുവയറൊഴിഞ്ഞത്. ഇളമുറ തമ്പുരാനെ തൃക്കൺ പാർക്കുകയും ചെയ്തു. പൊന്നു തമ്പുരാന്റെ തൃക്കണ്ണ് ചുവന്നിരിക്കുന്ന കണ്ട് നമ്മുടെ പൊന്നോമന ചെങ്കണ്ണനാണോന്ന് ആരാഞ്ഞ് തമ്പുരാട്ടി സ്വർഗലോകം പോകി. ജ്യോത്സ്യരെ, നാം എന്താണ് ഈ കേൾക്കുന്നത്? അങ്ങ് പ്രവചിച്ചതല്ലേ കുഞ്ഞിന്റെ പിറവി ശുഭകാര്യങ്ങൾ കേൾപ്പിക്കുമെന്ന്?
എന്നിട്ട് റാണി തിരുമനസിന് ജാതകവശാൽ ഇന്നുവരെ മാത്രമേ ആയുസ് വിധിച്ചിട്ടുള്ളൂ. ആ അശുഭ വാർത്ത തമ്പുരാട്ടിയുടെ പ്രസവത്തെ ബാധിക്കരുത്. അവിടുത്തെ തിരുവുള്ളത്തെ വ്യസനിപ്പിക്കരുത്. അതു കരുതിയാണ് ഈ ഉള്ളവൻ സത്യം തമ്പുരാനെ ഉണർത്തിക്കാതിരുന്നത്. തിരുവുള്ളം കൊണ്ട് അടിയനോട് ക്ഷമിക്കണം. തമ്പുരാട്ടി ജന്മം നൽകിയ കുഞ്ഞ് നിശ്ചയമായും കീർത്തിമാനാകും തമ്പുരാനെ. കമലവല്ലിയുടെ വിയോഗം നമുക്ക് സഹിക്കാവുന്നതല്ല. അറയിൽ ചെന്ന് നമുക്ക് കമലവല്ലിയെയും കുഞ്ഞിനെയും കാണണം. ചിലന്തിയായി പിറന്ന മാല്യവാൻ ശുഭദേവ മഹാരാജന്റെയും റാണി കമലവല്ലിയുടെയും മകനായി പിറന്നു. ശുഭദേവ മഹാരാജന്റെ കാലശേഷം ആ രാജകുമാരൻ രാജാവായി സ്ഥാനമേൽക്കുകയും ആന കടക്കാത്ത രീതിയിലുള്ള ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. വേണ്ട മീനാക്ഷി, അപാര കയ്പായി ഈ മരുന്നിന്. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ, കയ്പുള്ള മരുന്ന് കുടിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര മടിയാ. കുടിക്കില്ല. ആര് പറഞ്ഞു കുടിക്കില്ലെന്ന്? ഇതാ ഞാൻ കൊടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാമേ. മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം ബസുമതി. കയ്പുള്ള മരുന്നിന് ഔഷധമൂല്യം കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞതനുസരിച്ച് വൈദ്യര് നിനക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മരുന്ന കഴിക്കും. മുത്തശ്ശി ചേച്ചിയെ കയ്പുനീര് കുടിപ്പിച്ചേ അടങ്ങൂ. കയ്പുള്ള മരുന്ന് വാതകരമാണെന്ന് മനസ്സിലാക്കുക. ഇനി മരുന്ന് കഴിക്കാൻ മടിക്കരുത്. ഇപ്പോഴാണ് ഓർത്തത്. നാളെ ക്ഷേത്രത്തില് അന്നദാനമുണ്ട്. അന്നദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ് അന്നദാനം. അന്നദാന ഭക്ഷണം കഴിക്കുന്നതും ബഹുപുണ്യമാണ്. കുട്ടിക്കാലത്ത് എന്റെ ജന്മനാളിന് വള്ളിമണ്ണാളപ്പുറത്തെ ക്ഷേത്രത്തില് മുത്തശ്ശി അന്നദാനം നടത്തിയിട്ടുണ്ട്. നടത്തിയിരുന്നു. അന്ന് മുത്തശ്ശിയുടെ പക്കൽ പണമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, വാരിക്കോരി ദാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടായിരുന്നു. ഏറ്റവും ഉപരിയായി പെറ്റമ്മയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവിവാഹിതനായ മകനുമുണ്ടായിരുന്നു. വേണ്ടുവോളം പണം മുടക്കി അന്നദാനം നടത്തിയിരുന്നു. പണച്ചിലവുള്ള മുഖം ചാർത്തൽ, ക്ഷീരധാര, സോപാനപ്പടി പൂജ ഒക്കെയും നടത്തിയിരുന്നു ഈ വള്ളിയമ്മ. നിറഞ്ഞ സ്ത്രീയെന്ന് പേര് കേട്ടിരുന്നു വള്ളിയമ്മയ്ക്ക്. മകൻ വിവാഹിതനായി. ഭാര്യ ഭൈരവി തറവാട്ടിൽ കാലുകുത്തിയതോടെ പണമില്ലാതായി, സ്വാതന്ത്ര്യവും ഇല്ലാതായി, സർവസ്വാസ്ഥ്യവും കെട്ടു. നിറഞ്ഞ സ്ത്രീ കുറഞ്ഞ സ്ത്രീയായി അധപതിച്ചു. എല്ലാം സഹിക്കാം. ഇന്ന് സ്വന്തം മകന്റെ കയ്യിൽ ഭാര്യ കൊടുത്ത കൊലക്കത്തി അവൻ എന്റെ നേർക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ വള്ളിയമ്മേ, എന്താ ഇത്? വള്ളിയമ്മേ,
അമ്മാമ്മേ, മഹാരാജാവ് കഴിഞ്ഞാൽ അമ്മാമ്മയാണല്ലോ ക്ഷേത്രത്തിലെ സർവാധികാരിക്കാരൻ. ക്ഷേത്ര ഭരണകാര്യത്തിൽ അമ്മാമ്മയ്ക്കുള്ള നിഷ്ഠ, കാർക്കശ്യം, ആചാരങ്ങൾ അണുവിട തെറ്റാതെ നിലനിർത്താനുള്ള വ്യഗ്രത, ഇതൊക്കെ മാലോകരെ ബോധ്യപ്പെടുത്തേണ്ടേ അമ്മാമ്മേ? വേണമല്ലോ. അധികാരം ഉരുക്കുമുഷ്ടിയായി പ്രയോഗിക്കുന്നവനാണ് കരികാലനെന്ന് മാലോകർക്ക് ബോധ്യമുണ്ടാവണം. വേണ്ടേ ശിവകാമി? നിർബന്ധമായും വേണം. മേലധികാരിയായ അങ്ങയെ ഇവിടുത്തെ മേൽത്തട്ടുകാർ ദൈവത്തെ പോലെ പൂജിക്കണം. അവരുടെ മനസ്സില് അങ്ങയുടെ രൂപം ചിരപ്രതിഷ്ഠ നേടണം. അതിനുള്ളൊരു പദ്ധതിയാണ് ഞാനും ഭൈരവി ചേച്ചിയും കൂടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതെ, പദ്ധതി കേൾക്കട്ടെ. മീനാക്ഷിയും കൂട്ടരും നിഴൽ പോലെ കൊണ്ടു നടക്കുന്ന ഒരു കൃമികീടം പെങ്കൊച്ചുണ്ടല്ലോ, പൂങ്കൊടി. അവൾ കീഴാളവർഗത്തിൽപ്പെട്ട പെണ്ണാണ്. അത് നാം അറിഞ്ഞില്ലല്ലോ. വള്ളിക്കിളവിയും മീനാക്ഷിയൊന്നും അത് അമ്മാമ്മയെ അറിയിക്കില്ലല്ലോ. അവർക്ക് അമ്മാമ്മയോട് തികഞ്ഞ പുച്ഛമല്ലേ? അമ്മാമ്മ പൂങ്കൊടിയെ മേലിൽ ക്ഷേത്രത്തിൽ കയറരുതെന്ന് വിലക്കി പുറത്താക്കണം. വള്ളിയമ്മയ്ക്കും കനിമൊഴിക്കും മീനാക്ഷിക്കും ഒക്കെ പൂങ്കൊടി ജീവന്റെ ജീവനാണ്. അവൾക്കൊരു അനിഷ്ടം സംഭവിച്ചാൽ അതിന്റെ ആഘാതം മൂവർക്കും താങ്ങാവുന്നതിനപ്പുറം ആയിരിക്കും. പൂങ്കൊടിക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൽ ഇനി ഞങ്ങളും പ്രവേശിക്കുന്നില്ല എന്ന് അവർ തീരുമാനിച്ചാൽ അമ്മാമ്മ പുറത്താക്കാതെ തന്നെ അവര് പുറത്തായിക്കൊള്ളുമല്ലോ. ശരിയാണ് ഭൈരവി പറഞ്ഞത്. ഒരു നേട്ടം, തൃക്കടയൂർ ക്ഷേത്ര മേലധികാരി ജാതിമത ഐത്താചാരങ്ങളിൽ മുറുകെ പിടിക്കുന്നവനാണ്, ഐത്തം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തവനാണ് എന്ന പ്രസിദ്ധി മേലേക്കിട പൗരന്മാരിൽ പരക്കുകയും ചെയ്യും. അത് രണ്ടാമത്തെ നേട്ടം. ഒരമ്പിന് 2 പക്ഷി. ഒരമ്പിന് 4 പക്ഷി. പൂങ്കൊടി ഉൾപ്പെടെ 4 പേരല്ലേ പുറത്താകുന്നത്? വരൂ. ധിക്കാരമാണ് കാണിക്കുന്നത്. കൈലാസ കവാടത്തിന്റെ കാവലാളും ഭൂതഗണത്തിന്റെ തലവനുമായ നന്ദിയാണ് ഞാൻ. അതുകൊണ്ട് നമ്മെ വണങ്ങിയതിനു ശേഷം നമ്മുടെ അനുമതിയോട് കൂടി മാത്രമേ ആർക്കും കൈലാസത്തിലേക്ക് പ്രവേശനമുള്ളൂ. നമ്മെ അവഗണിക്കുന്ന ആരെയും നാം കടത്തിവിടാറില്ല. നമ്മെ വണങ്ങിയിട്ട് പോകണം. നിന്നെ വണങ്ങാനോ? നല്ല കാര്യമായി. ഹേ നന്ദികേശ, മഹാതാപസിയാണ് നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം കൈലാസത്തിൽ വണങ്ങേണ്ടത് 2 പേരെ മാത്രം, ശിവപെരുമാളിനെയും ജഗദംബികയായ പാർവതി ദേവിയെയും മാത്രം. നിന്നെ നാം വണങ്ങേണ്ട കാര്യമില്ല. നിൽക്ക. മഹാതപസ്യായ നിങ്ങൾ മഹാഗർഭിക്ഷനുമാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മെ വണങ്ങാതെ അകത്തു പോകാൻ സാധ്യമല്ല. കടക്കു പുറത്ത്. ശിവപെരുമാളിനെ കാണാതെ നാം പുറത്തു പോകില്ല. നമ്മെ വണങ്ങാതെ ദർശനം അനുവദിക്കില്ല. നമ്മുടെ വഴി തടഞ്ഞാൽ നിനക്കത് ആപത്തായി ഭവിക്കും. മാറി നിൽക്ക്. ഇല്ല, എന്നെ വണങ്ങിയാൽ മാത്രം നിനക്കകത്തേക്ക് പോകാം. ഭൂതഗണങ്ങളെ, കൽപ്പിച്ചാലും പ്രഭു. കവാടത്തിൽ ഒരു മഹർഷി നമ്മെ കാണാൻ വന്നിരിക്കുന്നു. നന്ദികേശനോട് ആ മഹർഷിയെ കടത്തിവിടാൻ പറയൂ.
കൽപ്പന പോലെ. എന്താ നാം പറഞ്ഞത് മനസ്സിലായില്ലേ? നന്ദിദേവ, ഈ മുനിശ്രേഷ്ഠനെ കടത്തിവിടണമെന്ന് ശിവപെരുമാൾ കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴെന്തായി നന്ദികേശ? നമ്മുടെ വരവ് ഭഗവാൻ തിരിച്ചറിഞ്ഞ് ദൂതനെ അയച്ചത് കണ്ടില്ലേ? ഇനിയും അങ്ങയുടെ അനുവാദം ആവശ്യമുണ്ടോ? ഭഗവാനെ, കൈലാസനാഥ, കാരുണ്യമൂർത്തെ, ഭസ്മഭൂഷണ, നമാമ്യഹം. ഹേ താപസശ്രേഷ്ഠ, നാം അങ്ങയിൽ സംപ്രീതനാണ്. അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയിച്ചാലും. അങ്ങയുടെ തൃച്ചേവടികൾ വണങ്ങി അനുഗ്രഹം വാങ്ങുകയെന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ. അനുഗ്രഹമുണ്ടാകണം ദേവ. നമ്മുടെ അനുഗ്രഹം അങ്ങയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. നാം ധന്യനായി ഭഗവാനെ. പക്ഷേ അങ്ങയുടെ കാവലാളായ നന്ദികേശന്റെ പെരുമാറ്റം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി. നന്ദികേശനെ വണങ്ങാതെ കടത്തി വിടില്ലെന്ന് ശഠിച്ച് നമ്മുടെ മാർഗം തടയുകയുണ്ടായി. സങ്കടമുണ്ട് ദേവ. നന്ദികേശന് നാം താക്കീത് നൽകിക്കൊള്ളാം. നമുക്ക് വിടകൊള്ളാൻ അനുമതിയുണ്ടാകണം. അങ്ങനെ ആവട്ടെ. മംഗളം ഭവന്തു. നന്ദി. പ്രണാമം ഭഗവാനെ. എന്തിനാണ് അടിയനെ വിളിപ്പിച്ചത്? അടിയൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാൽ. നന്ദി. പ്രഭു, വൈകുണ്ഠത്തിലെത്തി ഈ താമരപ്പൂവ് വൈകുണ്ഠനാഥന് സമർപ്പിക്കുക. നമ്മുടെ ഉപഹാരമാണെന്ന് അറിയിക്കുക. കൽപ്പന പോലെ. പൂവ് വാടുന്നതിന് മുമ്പ് തന്നെ ദേവനെ ഏൽപ്പിച്ചിരിക്കണം. കൽപ്പന പോലെ. ഹേ നന്ദി, എന്ത് ധിക്കാരമാണ് നീ കാട്ടുന്നത്? ഞങ്ങൾ വൈകുണ്ഠത്തിന്റെ ദ്വാരപാലകരായ ജയവിജയന്മാരാണെന്ന് നിനക്കറിയില്ലേ? ഞങ്ങളുടെ അനുമതി കൂടാതെ ആരും അകത്തേക്ക് കടക്കാൻ പാടില്ല. ഓ, ജഗന്നാഥനായ ശ്രീ പരമേശ്വര ദേവൻ വിഷ്ണുദേവന് നൽകാൻ തന്നയച്ച ഉപഹാരമാണ് ഈ താമരപ്പൂവ്. ഭഗവാന്റെ ഉപഹാരവാഹകന് അകത്ത് കിടക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. ഹേ നന്ദി, നീയും ഞങ്ങളെപ്പോലെ ഒരു ദ്വാരപാലകനാണെന്ന് ഓർക്കുക. കൈലാസത്തിലെത്തുന്ന അതിഥികളെ നിന്നെ വണങ്ങി അനുമതി വാങ്ങാതെ നീ അവരെ അകത്തേക്ക് കടത്തിവിടാറുണ്ടോ? അതുപോലെ ഞങ്ങൾക്കും നിബന്ധന വെച്ചുകൂടെ? പാടില്ല. നന്ദിക്ക് സമനാണോ നിങ്ങൾ? ഞാൻ കൈലാസത്തിലെ കാവലാൾ മാത്രമല്ല, ഭൂതഗണങ്ങളുടെ അധിപനും കൂടിയാണ്. എന്റെ ആജ്ഞ വിട്ട് അണുവിട ചലിക്കില്ല ശക്തിമാന്മാരായ ഭൂതഗണങ്ങൾ. അത്രയ്ക്ക് ആജ്ഞാശക്തിയുള്ള നന്ദിക്ക് മുന്നിൽ നീയൊക്കെ വെറും തുച്ഛന്മാർ. നിർത്തൂ നിന്റെ വീരവാദം. നീ എത്ര ആജ്ഞാശക്തി ഉള്ളവനായാലും ഈ വൈകുണ്ഠത്തിൽ സാധാരണ സന്ദർശകൻ മാത്രം. ഞങ്ങളുടെ അനുമതി കൂടാതെ അകത്തു പോകാൻ പറ്റില്ല. കടക്ക് പുറത്ത്. മഹാശക്തിമാനാണ് നന്ദി. എന്നെ തടയാൻ വന്നാൽ
മുഷ്ടിപ്രയോഗത്താൽ തകർത്തിരിക്കും ഞാൻ. ധൈര്യമുണ്ടെങ്കിൽ വരും. നന്ദി, ഒച്ച വെക്കരുത്. ഭഗവാൻ ഉറക്കത്തിലാണ്. നിദ്രാഭംഗം വരുത്തരുത്. നിദ്രയ്ക്ക് ഭംഗം വരുന്നെങ്കിൽ വരട്ടെ. നന്ദിയെ ബഹുമാനിക്കാത്ത ദ്വാരപാലകന്മാരുടെ ഹുങ്ക് ഭഗവാനും അറിയട്ടെ.